ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങളും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ 5 തലമുറകളെക്കുറിച്ചുമുള്ള മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ നോട്ട്സ് കൂടി ഒന്ന് എഴുതിയെടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അപ്പോൾ ഒന്നും മിസ്സാക്കരുത്. പിന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ നോക്കാം. യൂസർ നൽകുന്ന ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്ത് അർത്ഥവത്തായ നിർദ്ദേശങ്ങൾ അഥവാ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ യൂസർ നൽകുന്ന ഡാറ്റേനെ പ്രോസസ്സിംഗ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഡാറ്റേനെ ഇൻഫർമേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡാറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലോട്ട് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഡാറ്റ എന്ന പേരിലാണ്. ഓക്കെ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടറിലോട്ട് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഡാറ്റ എന്ന പേരിലാണ്. അതുപോലെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് ഇൻപുട്ടായി കൊടുക്കുന്ന ഡാറ്റനെ പ്രോസസ്സ് ചെയ്തിട്ട് അത് നമുക്ക് ലഭിക്കുന്ന ഏത് രൂപത്തിലാണ്? ഇൻഫർമേഷൻ രൂപത്തിലാണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്നത് ഡാറ്റ, കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഇൻഫർമേഷൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഡാറ്റേനെ ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റേനെ ഇൻഫർമേഷനാക്കി കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കമ്പ്യൂട്ടർ എന്ന് പഠിച്ചു. അതുപോലെ കമ്പ്യൂട്ടറിലോട്ട് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും ഏത് രൂപത്തിലാണ്? ഡാറ്റയുടെ രൂപത്തിലാണ്. നമുക്ക് ലഭിക്കുന്നത് ഏത് രൂപത്തിലാണ്? കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായിട്ട് കൊടുത്തുള്ള ഡാറ്റനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇൻഫർമേഷൻ രൂപത്തിലാണ്. അതുപോലെ ഇതിനിടയ്ക്ക് നടക്കുന്ന ഈ കൺവേർഷൻ പ്രക്രിയയെ പറയുന്ന പേരാണ്, അതായത് ഡാറ്റനെ ഇൻഫർമേഷനാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ പ്രക്രിയയെ പറയുന്ന പേരാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നോക്കാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ തലമുറകൾ. കമ്പ്യൂട്ടർ തലമുറകളെ 5 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷൻ അഥവാ ഒന്നാം തലമുറ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ, ഇങ്ങനെ 5 ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യമായിട്ട് ആ കമ്പ്യൂട്ടർ തലമുറകളിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യകൾ എന്താണെന്ന് പഠിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ തലമുറകളിലും ഓരോ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? വാക്വം ട്യൂബ്സ് ആണ്. ഇനി സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ അഥവാ ടെക്നോളജി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്, അതായത് IC. ഓക്കെ, IC ചിപ്സ്. ഇനി ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ VLSI ആണ്, വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ ആണ്. അങ്ങനെ ഒരു ടെക്നോളജിയാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ULSI ആണ്, അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ. അതായത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്? 5ാമത്തെ ജനറേഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിലും ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഓക്കെ, അത് മെയിനായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. ഇനി അടുത്തതായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതായത് ഓരോ ജനറേഷനിലും എങ്ങനെയായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ അതിന് എക്സാമ്പിൾസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് അത് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളെ കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കാം. അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1946 മുതൽ 1955 വരെയാണ്. ഓരോ ബുക്കുകളിലും പലതരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു കണക്കായിട്ട് പഠിക്കുക. 1946 മുതൽ 55 വരെയുള്ളതാണ്. ആ കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിലുപയോഗിച്ചിരുന്ന ടെക്നോളജി എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വാക്വം ട്യൂബ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടെക്നോളജി, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെച്ചോളൂ. വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ ഫ്ലമ്മിങ്. വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഫ്ലമ്മിങ് ആണ്.
ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ട് യൂണിറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ച്ഡ് കാർഡാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിലെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് പഞ്ച്ഡ് കാർഡാണ്. പഞ്ച്ഡ് കാർഡ് കണ്ടുപിടിച്ചത് ഹെർമൻ ഹോളറിത്ത്. പഞ്ച്ഡ് കാർഡ് കണ്ടുപിടിച്ചത് ആരാണ്? ഹെർമൻ ഹോളറിത്ത് ആണ്. അതുകൊണ്ട് തന്നെ പഞ്ച്ഡ് കാർഡിനെ ഹോളറിത്ത് കാർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പഞ്ച്ഡ് കാർഡിൻ്റെ മറ്റൊരു പേരാണ് ഹോളറിത്ത് കാർഡ്. ഹെർമൻ ഹോളറിത്ത് ആണ് അതിൻ്റെ ഇൻവെൻറ്റർ. അതുകൊണ്ടാണ് ഹോളറിത്ത് കാർഡ് എന്നും അറിയപ്പെടാൻ കാരണം. പിന്നെ പഞ്ച്ഡ് കാർഡ് എന്ന് പറഞ്ഞാൽ പേപ്പർ കാർഡാണ്. ഈ ഫിഗറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ കുറേ ഹോൾസൊക്കെ ഉണ്ട്. ഹോൾസിലോട്ട് ഡാറ്റ എൻ്റർ ചെയ്യുന്നത് പഞ്ച് ചെയ്തിട്ടാണ്. ഓക്കെ, പഞ്ച് ചെയ്തിട്ടാണ് ഡാറ്റ ഹോൾസിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അതുപോലെ ഇത് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കാർഡ് റീഡർ വഴിയാണ് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതിലുള്ള ഹോൾസിനൊക്കെ, അതായത് ഹോൾസിൻ്റെ സീക്വൻസിനെ ഡിജിറ്റൽ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1946 മുതൽ 1955 വരെയാണ്. അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഫ്ലമ്മിംഗ് ആണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. യൂണിറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ച്ഡ് കാർഡാണ്. അത് കണ്ടുപിടിച്ചത് ഹെർമൻ ഹോളറിത്ത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, വലിപ്പം കൂടുതലാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വാക്വം ട്യൂബ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാക്വം ട്യൂബ്സ് ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിന് ഓക്യുപ്പൈ ചെയ്യാൻ ഒരുപാട് സ്പേസ് ആവശ്യമുണ്ട്. ഏകദേശം ഒരു ബിൽഡിങ്ങിനോളം വലിപ്പം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത്രയും വലിപ്പമുള്ളത് കൊണ്ട് സ്പേസ് ഒരുപാട് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേഗത വളരെ കുറവാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ വേഗത വളരെ കുറവാണ്. അപ്പോൾ പ്രോസസ്സിങ്ങിനൊക്കെ ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് ഓരോ ജനറേഷനിലോട്ട് പോകും തോറും ഇതിൻ്റെ സൈസ്, അതായത് വലിപ്പം കുറഞ്ഞു വരികയും അതുപോലെ പ്രോസസ്സിംഗ് സ്പീഡ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് പോകുമ്പോഴേക്കും സൈസ് കുറച്ച് കുറയും, പക്ഷേ സ്പീഡ് എന്തായിരിക്കും? കുറച്ച് കൂടും. ഓക്കെ, അങ്ങനെയാണ് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും സംഭവിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നിർമ്മാണ ചെലവ് കൂടുതലാണ്. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ നിർമ്മാണ ചെലവ് കൂടുതലാണ്. അത് മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഹൈ കോസ്റ്റാണ്. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ കൂടുതലാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പവർ കൺസപ്ഷൻ കൂടുതലാണ്. ഓക്കെ, അതിന് ഒരുപാട് ഇലക്ട്രിസിറ്റിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരുപാട് പവറൊക്കെ വലിച്ചെടുക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹീറ്റ് ജനറേഷൻ ആണ്. ലോട്ട് ഓഫ് ഹീറ്റ് അതിൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഒത്തിരി ഹീറ്റൊക്കെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്, ഡിസഡ്വാൻറ്റേജസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. അതിൻ്റെ സൈസ് വളരെ കൂടുതലാണ്, വേഗത കുറവാണ്, നിർമ്മാണ ചെലവ് കൂടുതലും, അതുപോലെ പവർ കൺസപ്ഷൻ കൂടുതലാണ്, ലോട്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാർജ് കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഏനിയാക്ക്, രണ്ടാമത്തേത് എഡ്സാക്ക്, മൂന്നാമത്തേത് എഡ്വാക്ക്, യൂണിവാക്ക്. ഇതിൻ്റെ എല്ലാം പൂർണ്ണരൂപങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചർ കൂടി നോക്കാം. ഏനിയാക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഏനിയാക്ക് കണ്ടുപിടിച്ചത് JP എക്കേർട്ട് ആൻഡ് JW മോഷ്ലി ആണ്. ഓക്കെ, JP എക്കേർട്ട് ആൻഡ് JW മോഷ്ലി. എല്ലാത്തിൻ്റെയും ഇൻവെൻറ്റേഴ്സിന് പഠിക്കുന്നില്ല. ഏനിയാക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് പറയാൻ കാരണം. അതുപോലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഏനിയാക്കാണ്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഏനിയാക്ക്. ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും ഏനിയാക്കാണ്. ആദ്യത്തെ ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും ഏനിയാക്കാണ്. ഓക്കെ, അപ്പോൾ ഏനിയാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ്. അത് കണ്ടുപിടിച്ചത് JP എക്കേർട്ട് ആൻഡ് JW മോഷ്ലി ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഏനിയാക്കാണ്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഏനിയാക്കാണ്. ആദ്യത്തെ ജനറൽ പർപ്പസ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും ഏനിയാക്കാണ്. ഇത്രയുമാണ് ഏനിയാക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി, അധികമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇൻവെൻറ്റർ കൂടി ഓർത്തു വെച്ചോളൂ. അടുത്തതായിട്ട് എഡ്സാക്ക് നോക്കാം. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ.
ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് എഡ്സാക്കിൻ്റെ പൂർണ്ണരൂപം. ഈ പൂർണ്ണരൂപം മാത്രം പഠിച്ചാൽ മതി. പിന്നെ കൺഫ്യൂഷൻ ആവരുത്, ഇവിടെ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏനിയാക്ക് പഠിച്ചപ്പോൾ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏനിയാക്കിൻ്റെ പൂർണ്ണരൂപം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൽ അത് തെറ്റിയിട്ട് കമ്പ്യൂട്ടർ എന്നും കാൽക്കുലേറ്റർ എന്നൊക്കെ തരാറുണ്ട്. അപ്പോൾ നേരെ നോക്കി വെച്ചോളൂ. എഡ്സാക്കിൽ മാത്രമാണ്, എഡ്സാക്കിൻ്റെ പൂർണ്ണരൂപത്തിൽ മാത്രമാണ് അവസാനം കാൽക്കുലേറ്റർ വരുന്നത്, ബാക്കി എല്ലാത്തിലും കമ്പ്യൂട്ടറാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എഡ്സാക്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ, ഇതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇത്രയും മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും തന്നെ പഠിക്കേണ്ടതില്ല. അടുത്തത് എഡ്വാക്കാണ്, ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. എഡ്വാക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എഡ്വാക്ക് ആണ്. ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ എഡ്വാക്ക്, ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇനി അടുത്തതായിട്ട് യൂണിവാക്ക്. യൂണിവാക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ്. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് യൂണിവാക്ക് എന്ന് പറയുന്നത്. ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് യൂണിവാക്കാണ്. ഓക്കെ, അപ്പോൾ യൂണിവാക്കിൻ്റെ UNIV. ഓക്കെ, ഇത് യൂണിവേഴ്സൽ എന്നുള്ളതിൽ ആ ഫസ്റ്റ് 4 ലെറ്ററാണ്, പിന്നെ AC. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ എന്നുള്ളതിൽ 4 ലെറ്ററും പിന്നെ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പൂർണ്ണരൂപം വന്നിട്ടുള്ളത്. അതിന് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ്? യൂണിവാക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അടുത്തത് എഡ്സാക്ക് ആണ്, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. എഡ്വാക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവാക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഓക്കെ, ഇനി അടുത്തതായി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം. അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1956 മുതൽ 1965 വരെയാണ്. അവിടെ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ ട്രാൻസിസ്റ്ററാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വാക്വം ട്യൂബ്സ് ആണ്. അതിന് ഒരുപാട് സ്പേസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സൈസ് വളരെ കൂടുതലാണ്, പിന്നെ വേഗത കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്, അതായത് വാക്വം ട്യൂബ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന് സൈസ് വളരെ കുറവും അതുപോലെ വേഗത കൂടുതലും കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലുണ്ട്. ഇനി ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ജോൺ ബർദീനും വാൾട്ടർ ബ്രെട്ടൺ, വില്യം ഷോക്ലി, ഈ 3 പേരാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. അപ്പോൾ 3 പേരുടെ പേര് നോക്കി വെച്ചോളൂ: ജോൺ ബർദീൻ, വാൾട്ടർ ബ്രെട്ടൺ, വില്യം ഷോക്ലി. ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്ററാണ്. ഒരു GK ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണത് നോക്കി വെച്ചോളൂ. ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ, ജെർമേനിയം എന്നീ സെമി കണ്ടക്ടേഴ്സ് അഥവാ അർദ്ധചാലകങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അത് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസിസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കണും ജെർമേനിയം എന്നീ അർദ്ധചാലകങ്ങൾ കൊണ്ടാണ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും ആണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ മെഷീൻ ലാംഗ്വേജ് മാത്രമായിരുന്നു. അപ്പോൾ സെക്കൻഡ് ജനറേഷനിലോട്ട് വന്നപ്പോൾ ലാംഗ്വേജിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എല്ലാം ഇല്ല, ഫോർട്രാൻ അതുപോലെ കൊബോൾ എന്നീ ഹൈ ലെവൽ ലാംഗ്വേജാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഫോർട്രാൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫോർമുല ട്രാൻസ്ലേഷൻ, കൊബോളിൻ്റെ ഫുൾ ഫോം കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അത് എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കിക്കോളൂ. അടുത്തതായി സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. IBM 7000, IBM 1401, യൂണിവാക്ക് 1108. ഇത്രയുമാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പഠിക്കാനില്ല, ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇത് മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതിൽ ഒന്നും മിസ്സാക്കാതെ പഠിച്ചോളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലോട്ട് കടക്കാം.
തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലഘട്ടം 1966 മുതൽ 1975 വരെയാണ്. അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് IC ചിപ്സാണ്. IC ചിപ്പിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒന്നിലധികമല്ല ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സും അതുപോലെ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സിനെ ഒരൊറ്റ ചിപ്പിനകത്ത് തന്നെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതുകൊണ്ട് സർക്യൂട്ടറിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ടുള്ള ഗുണം എന്താണ്? മൊത്തത്തിൽ കമ്പ്യൂട്ടറിൻ്റെ സൈസ് അവിടെ കുറവായിരിക്കും. അതായത് സെക്കൻഡ് ജനറേഷനെ അപേക്ഷിച്ച് സൈസ് വളരെ കുറവും അതുപോലെ സ്പീഡ് കൂടുതലുമാണ്. അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ജനറേഷൻ കഴിയുമ്പോഴും സൈസ് കുറഞ്ഞു വരികയും അതുപോലെ അതിൻ്റെ വേഗത കൂടി വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളതാണ് തേർഡ് ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. IC ചിപ്സ് കണ്ടെത്തിയത് ജാക്ക് ഗിൽബി ആണ്. അത് ഓർത്തു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. IC ചിപ്പ് കണ്ടെത്തിയത് ജാക്ക് ഗിൽബി ആണ്. മോണിറ്ററുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് തുടങ്ങിയിട്ടാണ്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്. അതിന് മുൻപ് വരെ ഇങ്ങനെ ഒരു നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ തേർഡ് ജനറേഷൻ തൊട്ടിട്ടാണ് മോണിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മോണിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന CRT കാഥോഡ് റേ ട്യൂബാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ IBM 360യും 370യും അതുപോലെ യൂണിവാക് 11 എന്നിവയാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ വരുന്നത്. അതിൽ IBM 360ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകിക്കോളൂ. കാരണം IC ചിപ്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് IBM 360 എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളത് വിട്ടാലും ഇത് മാത്രം നന്നായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതായി ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം. അവിടുത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 1975 മുതൽ 1986 വരെയാണ്. അവിടെ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് VLSI മൈക്രോ പ്രോസസ്സറാണ്. VLSIൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോളൂ. വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ എന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏകദേശം 5000-ഓളം ട്രാൻസിസ്റ്റേഴ്സിനെയും അതുപോലെ അതിന് അനുബന്ധമായിട്ടുള്ള സർക്യൂട്ടുകളെയും ഒരൊറ്റ സിംഗിൾ ചിപ്പിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നുള്ളതാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പവർഫുൾ ആയിരിക്കും. അതുപോലെ സ്പീഡ് കൂടുതലും സൈസ് വളരെ കുറവുമായിരിക്കും. ഓക്കെ, സൈസ് വളരെ കുറവും ഒരുപാട് അഡ്വാൻറ്റേജ് മുൻപത്തെ അതായത് തേർഡ് ജനറേഷനിലെ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് ഒത്തിരി അഡ്വാൻറ്റേജ് ഫോർത്ത് ജനറേഷൻ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഫോർത്ത് ജനറേഷനിൽ പെടുന്നതായിരിക്കും. അതായത് LCD LED മോണിറ്റർ യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഫോർത്ത് ജനറേഷനിൽ വരുന്നതാണ്. ഇനി അവിടെ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ എന്നിവയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ലാംഗ്വേജുകളായ C++ എന്നിവ ഉപയോഗിച്ച് തുടങ്ങിയത് ഫോർത്ത് ജനറേഷൻ തൊട്ടിട്ടാണ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രേവൺ ആണ്. ക്രേവൺ സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിനേക്കാളും ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അധികമൊന്നുമില്ല, കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നോക്കി വയ്ക്കുക. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് VLSI മൈക്രോ പ്രോസസ്സറാണ്. ആ VLSIൻ്റെ ഫുൾ ഫോം പൂർണ്ണരൂപം പഠിച്ചോളൂ. അതുപോലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് Intel 4004 ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് C++ തുടങ്ങിയ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ജനറേഷൻ തൊട്ട് തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് കൊബോളും അതുപോലെ ഫോർട്രാനാണ്. C++ എന്നീ ലാംഗ്വേജ് ഉപയോഗിച്ച് തുടങ്ങിയത് ഫോർത്ത് ജനറേഷൻ തൊട്ടിട്ടാണ്. അതുപോലെ എക്സാമ്പിൾ കൂടി പഠിക്കുക. ക്രേവൺ ആണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1986 മുതൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സാണ്. അവിടെ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ULSI മൈക്രോ പ്രോസസ്സറും അതുപോലെ AI ആണ്. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ULSI എന്ന് പറഞ്ഞാൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ എന്നാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പൂർണ്ണരൂപങ്ങൾ, അത് നോക്കി വെച്ചോളൂ. ULSI മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ
10 മില്യൺസോളം ട്രാൻസിസ്റ്റേഴ്സിനെ ഒരൊറ്റ ചിപ്പിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ളതാണ് ULSI മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻറ്റേജസ് 5th ജനറേഷനിലോട്ട് വരുന്നുണ്ട്. സൈസ് വീണ്ടും കുറഞ്ഞു വരികയും അതുപോലെ സ്പീഡ് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് തിങ്ക് ചെയ്യുന്ന പോലെ മെഷീനെയും അങ്ങനെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സിനെ ഈ ഹ്യൂമൻസ് തിങ്ക് ചെയ്യുന്ന പോലെയും അതുപോലെ ഹ്യൂമൻസ് പ്രവർത്തിക്കുന്നത് പോലെയും എല്ലാം ആക്കി തീർക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മെക്കാർത്തിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെച്ചോളൂ, വിട്ട് കളയരുത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മെക്കാർത്തിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊലോഗാണ്, പ്രോഗ്രാമിംഗ് ലോജിക്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രൊലോഗാണ്. ഓക്കെ, ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് ആയ C, C++, ജാവ, .NET എന്നിവ ഉപയോഗിച്ച് തുടങ്ങിയത് 5th ജനറേഷൻ തൊട്ടിട്ടാണ്. C++ 4th ജനറേഷനിൽ ഉണ്ടായിരുന്നു, പക്ഷേ ജാവ, .NET എന്നിവ കൂടി ഉപയോഗിച്ച് തുടങ്ങിയത് 5th ജനറേഷൻ്റെ ആ കാലഘട്ടത്തിലാണ്. ഓക്കെ, 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ്, അതുപോലെ ലാപ്ടോപ്പ്, നോട്ട്ബുക്ക്, ഇതെല്ലാം 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയുമാണ് 5 കമ്പ്യൂട്ടറിലെ തലമുറകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അധികം പോയിൻറ്റ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒന്നും തന്നെ ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടണ്ട എന്ന് കരുതിയിട്ടാണ് ഇതിൽ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ചൊന്ന് കേട്ട് നോക്കിയാൽ മതി. ഓക്കെ, അധികം പോയിൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിലൊന്നും തന്നെ വിട്ട് കളയരുത്. എല്ലാ ഇമ്പോർട്ടൻസ് ആണ്, നന്നായി നോക്കിക്കോളൂ. ഇനി അടുത്തതായി കുറച്ച് പൂർണ്ണ രൂപങ്ങൾ നോക്കാം. IC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഫോർട്രാൻ ഫോർമുല ട്രാൻസ്ലേഷൻ, COBOL കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്, IBM ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ, VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, ULSI അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, പ്രൊലോഗ് പ്രോഗ്രാമിംഗ് ഇൻ ലോജിക്. ഇത്രയും പൂർണ്ണ രൂപങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോളൂ. ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വേർഡ്സ് തന്നെയാണ് ഇതെല്ലാം. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്.